എന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ ഹോട്ടലാ. ഡാഡി മമ്മി അകത്തുണ്ട്. നീ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. അല്ല, അതിപ്പോ ഒന്നുമില്ലല്ലോ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു കയറേണ്ട പെണ്ണല്ലേ. വാ മോളെ, വാടാ. ലഡ്ഡുവും ജിലേബി. പണിക്കർ സാറേ, എന്താടോ? സാറിന്റെ പെങ്ങളും ഞാൻ വഴിപഴപ്പിക്കേണ്ട പെണ്ണും വന്നു. മോനെ ഹംസേ, ഇനി നിന്റെ കോർട്ടിലാടാ പന്ത്. വഴിപഴപ്പിക്കാൻ എന്തിനാ പന്ത്? എടാ മണ്ട, അവര് റൂം നമ്പർ 101-ലിരിക്കും. നീ ചെല്ലുമ്പോ എന്റെ പെങ്ങള് നേരെ പുറത്തേക്ക് പോരും. പിന്നെ നിനക്ക് നിന്റെ പണി തുടങ്ങാം. ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് ഹംസേ. ദാക്ഷിണ്യം ഒഴികെ ബാക്കി എല്ലാം ഞാൻ കാണിക്കും. ഇതാ പൈസ, അഡ്വാൻസ്. ഐശ്വര്യമായിട്ട് വെച്ചോ. വക്കീൽ സാറേ, എന്തോ? ഞാൻ ഇന്ന് വരെ ഈ പണിക്ക് കാശ് കൊടുത്തേ പോയിട്ടുള്ളൂ. ആണോ? ആദ്യമായിട്ട് കാശ് മേടിച്ചിട്ട്. എവിടെ ഡാഡി മമ്മി? ഡാഡി മമ്മിയോ? എന്താ ഇങ്ങനെ? എനിക്ക് പോണം. എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? ശബ്ദിച്ച കൊന്നുകളയും. നിനക്കുള്ള ആള് വന്നിട്ടുണ്ട്. മാറി നിൽക്കണേ അങ്ങോട്ട്. അയ്യോ, ഇതെന്റെ സിസ്റ്റർ അല്ലേ? ഏട്ടാ, അയ്യോ, ഇതെന്തു പറ്റി? ഈ കുട്ടി മോളെ തല്ലിയോ? എന്താ കുട്ടി ഇത്? കുട്ടി ഒരു പെൺകുട്ടിയല്ലേ? മറ്റൊരു പെൺകുട്ടിയെ റൂമിൽ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുക? മോക്ക് ഇത് ഇഷ്ടായില്ല? എന്നാണ് തിരിച്ചു കൊടുത്തേക്ക്. നമുക്ക് ഇന്നിനെ വല്ലവരെ അതും ഇതൊക്കെ അങ്ങനെ തിരിച്ചു കൊടുത്തേക്ക്. മോളെ ഒരു കുമ്മ പോരാ, ഒന്നുകൂടി കൊടുത്തേക്ക്. പടക്കപ്പൊട്ടി, ഹാപ്പി വിഷു. കുട്ടി അഡ്വക്കേറ്റ് പണിക്കരുടെ പെങ്ങളല്ലേ? പണിക്കർക്കുള്ള പണി ഇപ്പൊ തരാവേ. മോളുവാ താഴെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. മോളേല് വീട്ടിൽ പൊക്കോ. ചേട്ടനിവിടെ ഇത്തിരി പണിയുണ്ട്. പൊക്കോ. രാത്രി ശുഭരാത്രി. സോറി, മൂത്രം ഒഴിക്കാൻ വന്നതാ. ഇവിടെ ഇരുന്ന ബാത്റൂം എവിടെ? ഇവിടെ തന്നെ പൊക്കോളൂ. എനിക്ക് ഒരാള് നിൽക്കുമ്പോ പറ്റില്ല. അതാ. സാറെന്താ ഇവിടെ? പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ ഒരു കണ്ണ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നല്ലതാ അത്. നിന്നെ പോലുള്ള ആഭാസമാരെ എന്നെ കൊല്ലരുത്. സാറിന്റെ പെങ്ങളെ നശിപ്പിച്ചാൽ 5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ ആ പണിക്കർ സാറ്, അതുകൊണ്ടാ ക്ഷമിക്കണം. പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ? ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. ഫിക്സ്. പറ. കോടികളുടെ സ്വത്തുള്ള പണിക്കരുടെ ഒരേ പെങ്ങളെ നിനക്ക് കിട്ടണോ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? രണ്ടെണ്ണം വീശാൻ ഇറങ്ങിയതാ. അവിടെ അറിഞ്ഞ സാർ ഇവിടെ ഉണ്ടത്. ഇരിക്കാലോ. അതിനല്ലേ കസേരയിട്ടിരിക്കണത്. ഇരിക്കേ. പിന്നെ സാർ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ 101 ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ടു. എന്നെ വിടൂ, എന്നെ നശിപ്പിക്കരുത്, എന്നെ സഹായിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ലോഡ്ജ് അല്ലേ ചക്രവർത്തി, കരച്ചിലും ചിരിയൊക്കെ കാണും. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ സാർ? വേണ്ട വേണ്ട, എന്തിന്? അതിന്റെ ആവശ്യമില്ല. പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരരുതേ. നീ ദുഃഖിക്കാണ്ടിരുന്നാ മതി. എന്നാ പിന്നെ പോലീസിനെ വിളിച്ചാലോ? വേണ്ട 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 വേണ്ട. ഇത്രയും വലിയ വക്കീല് ജീവനോടെ ഇരിക്കുമ്പോ നീ വിളിക്കാനോ? ഞാൻ വിളിക്കാം. ഹലോ, കൺട്രോൾ റൂം. ഞാൻ അഡ്വക്കേറ്റ് KV പണിക്കര. അതെ, സിറ്റി ഹോട്ടലിൽ റൂം നമ്പർ 101 അനാശാസ്യം. വേണ്ട വേണ്ട വേണ്ട, പതുക്കെ വന്നാ മതി. ഓക്കെ. അല്ല സാർ, പതുക്കെ വന്ന് എല്ലാം കഴിയില്ലേ? കഴിയണമല്ലോ. എന്നാ പിന്നെ ഞാനങ്ങട് പോലെ 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 പോലീസ് വന്നിട്ട് പോവാം. അത് വേണം സാർ. അത് വേണം. 1-2 മഞ്ഞപ്പത്രക്കാരെ കൂടി വിളിക്കാം. അയ്യോ, ഇത് മോശമാവില്ലേ? മോശമാകണമല്ലോ. ഹലോ, തീക്കുറ്റിയല്ലേ? വരണം സാർ, വരണം. റൂം നമ്പർ 101. അതെ അതെ, വേഗം സാർ, വേഗം. എന്താ പിന്നെ സാർ, ഞാനങ്ങട്. അയ്യോ, നീ പോകരുത്. പിടിക്കപ്പെടുന്ന ചെക്കനെയും പെണ്ണ് നീ കാണണം, സായുജ്യം അറിയണം. അത് വേണം. അത് വേണം. വാതിൽ തുറക്കടാ. തുറക്കാനാ പറഞ്ഞത്. തുറക്കുന്ന നിനക്ക് നല്ലത്. വാതിൽ തുറക്കുമ്പോ തന്നെ ചറപറാന്ന് ഫോട്ടോ എടുത്തോളാം. ചവിട്ടി പൊളിക്ക് സാറേ, എന്റെ ഹോട്ടലാ. ഫുൾ ടീം ഉണ്ടല്ലോ. ഇങ്ങോട്ട് മാറിക്കാം. അറിയാതെ ഉറങ്ങിപ്പോയി സാറേ. കണ്ട് സായുജ്യം അടയട. ഞാൻ കാണടാ. എങ്ങനെയുണ്ട്? സക്സസ്. പെങ്ങളെ. സാറിന്റെ പെങ്ങളല്ലേ ഇത്?
ഈ ദൃശ്യം കാണിക്കാൻ എന്നോട് നിർബന്ധിച്ച് നിർത്തിയത്. ശവത്തില് കുത്തല്ലേ ചക്രവർത്തി. എന്താണ് ഇത്? അവിയൽ ഇതാണ് അവിയൽ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തനിക്കറിയോ? എന്നെ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്തേക്ക് സാറേ. ആ മോഹം മനസ്സിൽ വെച്ചാൽ മതി. കൊള്ളാലോ അവിയല്. ശങ്കരനുണ്ട് ഉണ്ടാക്കിയതെന്ന് പറയില്ല. എങ്കിൽ നീ കളിച്ചോ. വിളമ്പട്ടെ? വേണ്ട വേണ്ട, ഞാനൊരു ആവേശത്തിൽ പറഞ്ഞ വയറിളക്കാൻ എനിക്ക് വയ്യ. ആവേശം എന്റെ കുട്ടിയെ തള്ളി പറയാൻ എനിക്ക് പറ്റില്ല. ആർക്കും വേണ്ട, എനിക്ക് വേണം. അങ്കിളിന് എന്താ പറ്റി? ഇന്ന് സാറിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ ഇതായിരിക്കണ പട്ടുസാരം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയതാ. അതുപോലെ തന്നെ തിരിച്ചു വന്ന് ഈ പട്ടി ചന്തക്ക് പോയെന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ. എന്നിട്ടേ ദവിടെ ഇരുന്ന് ഒരു മോങ്ങലായിരുന്നു. ഈ ഡോബർമാൻ മോങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഓംബുഡ്സ്മാൻ മോങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാ. അങ്കിൾ, ഗിഫ്റ്റ് മോള് വാങ്ങിച്ചില്ലല്ലേ? അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അങ്കിൾ, ഈ സാരി എടുത്ത് അവള് വരും അങ്ങേ കാണാൻ. ഞാൻ കൊണ്ടുവരും. അഴിക്കല്ലേ. ഒരെന്നറിഞ്ഞ എല്ലാം സഹിച്ചു കഴിഞ്ഞ ഒരു ഭർത്താവ് ഇവിടെ ഇരിപ്പുണ്ട്. താനെന്താ എന്റെ ബെഡ്റൂമിൽ? ഒന്ന് റേപ്പ് ചെയ്യാൻ വന്നതാ. ഏ? ഒന്ന് വിഷ് ചെയ്യാൻ വന്നാണ് അമ്മാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇഷ്ടമല്ലാത്തവരുടെ ആശംസകൾ ഞാൻ സ്വീകരിക്കാറില്ല. എനിക്കിഷ്ടാണ്. എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടണ്ടേ? വേണ്ട. വേണ്ട? ഓക്കേ. ഇത് നിന്റെ അച്ഛൻ നിനക്കായി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ ഇതൊന്ന് ഉടുത്ത് കാണണമെന്ന് അദ്ദേഹത്തിനൊരാഗ്രഹം. ഞാൻ വാക്കു കൊടുത്തു നിന്നെ കൊണ്ട് ചെല്ലാന്ന്. എല്ലാ വർഷവും 10,000-10,000 മുടക്കി അങ്ങേര് വരും. മോളുടെ ബർത്ത്ഡേ പ്രസന്റ് ആണെന്നും പറഞ്ഞ് ഇതുപോലുള്ള ലോ ക്ലാസ് ഐറ്റംസുമായിട്ട്. പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ചതാ എന്റെ മമ്മി. മമ്മിക്കില്ലാത്ത ബന്ധം എനിക്കെന്തിനാ? അല്ല, അങ്ങേർക്ക് എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? ജനിപ്പിച്ച തന്തയായതുകൊണ്ട്. ഈ കാണുന്ന സർവസ്വത്വം കെട്ടിപ്പിടിച്ച് മാനത്തേക്ക് നോക്കി മലർന്നു കിടന്നാലൊന്നും നീ ഉണ്ടാവുമായിരുന്നില്ല. അതിനൊരാണ് വേണം. അതിന് സഹകരിച്ച ആളാണ് ആ പാലക്കാടൻ പട്ടർ നിന്റെ തന്ത ബാലസുബ്രഹ്മണ്യം. എടി, അമ്മയെ പോലെ അധികാരവും അവകാശവും അച്ഛനുണ്ട്. ഒരച്ഛന്റെ വാത്സല്യവും ശിക്ഷണമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നീയൊക്കെ എന്നെ നന്നാവുമായിരുന്നു. Get out. ഗെറ്റ് ഔട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. നീ അത് ഈ സാരി ഉടുക്ക്. ഇല്ല. പറഞ്ഞത് അനുസരിക്കുമോളെ. ഇല്ല ഇല്ല ഇല്ല. ഉടുക്കണേ സാരി. ഇറങ്ങാൻ.